നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1202 ചിങ്ങമാസം 2-ാം തീയതി മംഗളവാരം അഥവാ ചൊവ്വാഴ്ച. ആംഗ്ലേയ കലണ്ടർ പ്രകാരം 2026 ആഗസ്റ്റ് മാസം 18-ാം തീയതി. നാളെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. 3 മണി മുതൽ വൈകിട്ട് 4:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം. ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ സൂര്യോദയം കാലത്ത് 6:18, അസ്തമയം 6:39 തൃശ്ശൂരിൽ. നാളത്തെ തിഥി വളരെ വിശേഷപ്പെട്ട തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. നാളെ സുബ്രഹ്മണ്യ പ്രീതിക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. തങ്ങളുടെ സന്താന ശ്രേയസ്സിനും അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ആരോഗ്യത്തിനും അവരുടെ വിവാഹാദി വിഷയങ്ങൾക്കും ഭാവി ജീവിതത്തിനും നല്ല സന്താനങ്ങൾ ഉണ്ടാകാനും ഒക്കെ തന്നെ ഷഷ്ഠിവ്രതം അമ്മമാർ ആചരിച്ചു വരുന്നു. ഇതിനെ പൂർവികമായ കഥ പോലും അപ്രകാരമാണ്. താരകാസുരനെ വധിക്കാനായി സുബ്രഹ്മണ്യൻ അപ്രത്യക്ഷനായ സമയത്ത് ശ്രീ പാർവതി ദേവി 108 ശുക്ലപക്ഷ ഷഷ്ഠി വ്രതമെടുത്തു. ആ സമയത്താണ് താരകാസുരനെ വധിക്കുവാനുള്ള ആ പ്രചോദനവും ശക്തിയും ക്ഷേമുഷിയും സുബ്രഹ്മണ്യന് ഉണ്ടാകുന്നു. അതിനാൽ ഷഷ്ഠിവ്രതം സന്താന ശ്രേയസ്സിന് അങ്ങേയറ്റം ഗുണകരമാണെന്നറിയുക. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് ഷഷ്ഠിവ്രതം എടുക്കാം. അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകാം. അവിടെ ഓം വജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി ഷഷ്ഠിവ്രതം ആരംഭിക്കാം. നാളെ ഷഷ്ഠിവ്രതമാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് അരിഭക്ഷണം കഴിച്ച് വൈകിട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ജ്യൂസസൊക്കെ കഴിച്ച് അരിഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് കാലത്ത് സുബ്രഹ്മണ്യന് പായസം ഉണ്ടാക്കണം. നല്ല അരിപ്പായസം, ഒരു അര ആണി വെല്ലം കൂടിയ പായസം. എന്നിട്ടത് മൂടി വെച്ച് സുബ്രഹ്മണ്യൻ്റെ മുന്നിൽ വെച്ച് തുറക്കണം. ഫോട്ടോയുടെ മുന്നിൽ വെച്ച് ഓം വജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി ഷഷ്ഠിവ്രതം ആരംഭിക്കുക. എന്നിട്ട് വ്രതമൊക്കെ കഴിഞ്ഞ് സുബ്രഹ്മണ്യൻ്റെ അഷ്ടോത്തര ശത നാമാവലിയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം വളരെ സജീവമായ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം? വ്രതം അവസാനിപ്പിക്കാം. നാളത്തെ നക്ഷത്രവും നല്ല ചോദ്യ നക്ഷത്രമാണ്. നാളത്തെ വിശേഷം ചൊവ്വാഴ്ച ചോദ്യ നക്ഷത്രം. ഷഷ്ഠി തിഥി സുബ്രഹ്മണ്യനും നാഗങ്ങളുമായി അഭേദ്യമായ ബന്ധമാണ്. അതിനാൽ കേരളത്തിന് വെളിയിലുള്ള എൻ്റെ പ്രേക്ഷകർക്ക് നവഗ്രഹത്തിൽ ചൊവ്വ, രാഹു, കേതു ഗ്രഹങ്ങൾക്ക് അർച്ചന ചെയ്യാം. തങ്ങൾക്ക് എന്ത് ചെയ്യാം? രാഹുവിന് രാഹുപ്രീതിക്കായിക്കൊണ്ട് സർപ്പപ്രീതിക്കായിക്കൊണ്ട് ആയില്യപൂജ, സർപ്പബലി നാഗങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ എല്ലാവിധ സമസ്ത ദോഷങ്ങൾക്കും പരിഹാരമാകുന്നു, സർപ്പപ്രീതി ലഭിക്കുന്നു. ചോതി നല്ല നക്ഷത്രമാണ്. സ്വാതി എന്നാണ് നാം ജ്യോതിഷ സംസ്കൃത ഭാഷയിൽ ചോതി നക്ഷത്രത്തിൻ്റെ നാമധേയം നൽകിയിരിക്കുന്നത്. സ്വാത്യാം സാഗര ശുക്തിപതിതം തന്മൗക്തികം ജായതേ. ചോദ്യനാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന സമുദ്രത്തിലുള്ള ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന വെള്ളമാകുന്നു അമൂല്യമായ രത്നമായി മുത്തായി മാറുന്നത്. ഏതായാലും നാളത്തെ ദിനം സുബ്രഹ്മണ്യ മന്ത്രങ്ങളാൽ ഓം വജദ്ഭുവേ നമഃ എന്ന മന്ത്രത്താൽ മുഖരിതമാകട്ടെ. രാഹു കേതുക്കളുടെ മന്ത്രവും നിങ്ങൾക്കറിയാം. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന് ചിന്മുദ്രയിൽ ഇരുന്നു കൊണ്ട് ജപിക്കുക. നാളെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും അനുകൂലമായ സമയവും കാലത്ത് 10:20 മുതൽ 11:15 വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്താം. ഏതായാലും നല്ലൊരു ദിനമാണ്. എല്ലാം വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.